ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എല്ലാം വളരെയധികം അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ നമുക്ക് മറ്റുള്ളവർ എങ്ങനെയാണ്, അവർ എന്തെല്ലാം ചെയ്യുന്നു, അവർ എവിടെയെല്ലാം പോകുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാൻ സാധിക്കും. അതായത് നമ്മുടെ ഫ്രണ്ട്സിനെ കുറിച്ച് കൂടുതലായി അപ്ഡേറ്റ്സ് എല്ലാം നമുക്കിപ്പോൾ ഫോൺ ചെയ്തില്ല എങ്കിൽ കൂടി എന്തെല്ലാമാണ് അപ്ഡേറ്റ്സ് അവരുടെ ജീവിതത്തിൽ നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നിരിക്കുന്ന ഈ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ നെറ്റ്വർക്സിലൂടെ എല്ലാം കാണാൻ സാധിക്കും. അതിനാൽ തന്നെ എന്താണ് നമുക്ക് ചുറ്റും നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അവർ എവിടെയാണ്, ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് എല്ലാം നമുക്ക് ഇതിലൂടെ ലഭിക്കും. എന്നാൽ ഇത്തരത്തിൽ നമുക്ക് സോഷ്യൽ മീഡിയ നെറ്റ്വർക്സിലൂടെ നമുക്ക് ഒരുപാട് പ്രൈവസി എല്ലാം നമ്മുടെ നഷ്ടമാകുന്നുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയ നെറ്റ്വർക്സിൽ നമ്മുടെ ഫോട്ടോസ് അല്ലെങ്കിൽ ഫാമിലി ഫോട്ടോസ് ഇത്തരത്തിൽ എന്തെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് ആലോചിക്കാറുണ്ട്, ഇത്തരത്തിലൊരു ഫോട്ടോ ഷെയർ ചെയ്യണോ, അതായത് നമ്മൾ ഒരു ഫിൽട്ടർ എല്ലാം ചെയ്തതിന് ശേഷം അതായത് ഇത്തരത്തിലുള്ളത് നമുക്ക് പോസ്റ്റ് ചെയ്താൽ കുഴപ്പമില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അധികം പേരും അവരുടെ സോഷ്യൽ മീഡിയ നെറ്റ്വർക്സിലൂടെ എല്ലാം ഷെയർ ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ വാട്സപ്പ് എല്ലാം. വാട്സപ്പിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ അല്ലെങ്കിൽ സ്റ്റാറ്റസ് എല്ലാം ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യുന്നവരായി ഒരുപാട് പേരുണ്ട്. അതിനാൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ പ്രൈവസി എന്നത്. പലപ്പോഴും നമ്മൾ ഇത് അറിയാതെ നമുക്ക് പറ്റുന്ന കുറേ അബദ്ധങ്ങളെല്ലാം ഇത് നമുക്ക് വലിയ വിപത്തായി മാറാറുണ്ട്. അതിനാൽ തന്നെയാണ് വാട്സപ്പിൽ നിങ്ങൾ ഇപ്പോൾ പ്രൊഫൈൽ പിക്ചർ എല്ലാം ഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ എല്ലാം ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ പല ഭാഗത്തായി നിങ്ങളുടെ മൊബൈൽ നമ്പർ എല്ലാം കൊടുത്തിരിക്കും. പല ആവശ്യങ്ങൾക്ക് വേണ്ടി, ഒഫീഷ്യൽ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ പല ആവശ്യങ്ങൾക്കും നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ മറ്റുള്ളവർക്ക് ഇതുപോലെ ഷെയർ ചെയ്യാറെല്ലാം ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഷോപ്പിൽ പോവുകയാണെങ്കിൽ അവിടെ നിന്നും സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യണമെങ്കിൽ കൂടി നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ എല്ലാം ഷെയർ ചെയ്യും. അതിനാൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത് വാട്സപ്പിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഇതെല്ലാം നിങ്ങൾ പ്രൈവറ്റ് ആക്കി വെക്കുക. കാരണം ഇത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. പലരും നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ, സ്റ്റാറ്റസ് ഇതെല്ലാം തന്നെ കാണുന്നുണ്ടാകും. അതിനാൽ തന്നെ വാട്സപ്പിൽ നമുക്ക് ഇതിനുള്ള ഒരു ഓപ്ഷൻ എല്ലാം നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് പ്രൈവസി സെറ്റിംഗ്സിൽ പോവുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ നിങ്ങൾ ആഡ് ചെയ്തിരിക്കുന്നു, അതായത് നിങ്ങളുടെ കോണ്ടാക്ട്സിലുള്ള കുറച്ച് പേർക്ക് മാത്രമായി നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുക വഴി നിങ്ങൾ അറിയാവുന്ന കുറച്ച് പേർക്ക് മാത്രമെല്ലാം ആയിരിക്കും നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ എല്ലാം നിങ്ങൾ ഇടുമ്പോൾ ഇത് കാണാൻ സാധിക്കുക. അല്ലാതെ നിങ്ങളുടെ നമ്പർ കിട്ടി ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ അല്ലെങ്കിൽ സ്റ്റാറ്റസ് എല്ലാം കാണുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ പ്രൈവസിയെ എല്ലാം ബാധിക്കാം. അതിനാൽ തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. പലപ്പോഴും ഇത്തരത്തിൽ നിങ്ങൾക്ക് അനോണിമസ് മെസ്സേജസ് അല്ലെങ്കിൽ അൺവാണ്ടഡ് അറ്റൻഷൻ എല്ലാം വരുന്നത് ഇത്തരത്തിൽ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോഴാണ്. അതുപോലെ ആർക്ക് വേണമെങ്കിലും നിങ്ങൾ ഇപ്രകാരം ഷെയർ ചെയ്യുന്ന ഈ ഒരു പ്രൊഫൈൽ പിക്ചർ, അതുപോലെ നിങ്ങളുടെ സ്റ്റാറ്റസ് ഇതെല്ലാം തന്നെ ഡൗൺലോഡ് ചെയ്യാനും അവർക്ക് ഇത് നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ എഡിറ്റ് ചെയ്യാനും പലവിധ കാര്യങ്ങൾക്കെല്ലാം യൂസ് ചെയ്യാനെല്ലാം സാധിക്കും. അതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ അതുപോലെ സ്റ്റാറ്റസ് എല്ലാം നമ്മൾ പ്രൈവറ്റ് ആക്കി വെക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്